ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും ആ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. തെളിവില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBI കോടതിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഡൽഹി റോസ് അവന്യൂ കോടതി ആണ് ഇപ്പോൾ ഈ രണ്ടുപേരെ വെറുതെ വിട്ടിട്ടുള്ളത്. വിധി കേട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചുവെന്നും മോദിയും അമിത്ഷായുമാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്നും കെജ്രിവാൾ പ്രതികരിച്ചു. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। यहां तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीटकर जेल में डाला गया और 6 महीने तक जेल में रखा गया। हमारे उप मुख्यमंत्री मनीष सिसोदिया जी, उनको लगभग 2 साल तक जेल में रखा गया। पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गया संभालिए सर, अपने आप संभालिए, हिम्मत सर, पीछे लाओ मत भाई। केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। मैं प्रधानमंत्री जी से कहना चाहता हूं, ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ആരോപണമായിരുന്നു മദ്യ അഴിമതി കേസ് എന്നത്. അഴിമതി രഹിത പ്രതിച്ഛായയിലൂടെ മുഖ്യമന്ത്രിയായ ആളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അന്നാ ഹസാരെയുടെ അഴിമതി രഹിത പോരാട്ടത്തിന്റെ ഭാഗമായി ചേർന്ന അന്നാ ഹസാരയ്ക്കൊപ്പം നിന്നിരുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നീട് AAP ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി തന്നെ ഡൽഹിയിൽ അധികാരത്തിലേറുകയും ചെയ്തിരുന്നു. അവിടെയാണ് മദ്യനയ അഴിമതി കേസ് എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് 2000 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് വരുത്തി തീർത്തു എന്ന് CAG റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു കേസ് കൂടിയാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചതുപോലെ AAPയുടെ ഏറ്റവും തലമുതിർന്ന 5 നേതാക്കൾ സംശയത്തിന്റെ നിഴലിൽ ആകുന്ന സാഹചര്യം, അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം, ഒരുപക്ഷെ ആ അഴിമതി ആരോപണം കൂടി ആയിരിക്കണം അല്ലെങ്കിലാണ് തീർച്ചയായും ഡൽഹിയിൽ AAPയുടെ വീഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. അവിടെയാണ് കെജ്രിവാളും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സിസോദിയും കുറ്റക്കാരനല്ല എന്ന നിലയിലേക്ക് കോടതി ഇപ്പോൾ എത്തപ്പെട്ടത്. കിരൺ ബാബു ഉണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. ഒരുപക്ഷെ കിരൺ, രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അധികാരത്തിലേറി എന്നതുകൊണ്ട് തന്നെയാണ് AAP ദേശീയ തലത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടത്. പിന്നീട് പഞ്ചാബും പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ആ അഴിമതിരഹിത പ്രതിച്ഛായയെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമായി മദ്യനയ അഴിമതി കേസ് മാറിയിരുന്നു. ഇപ്പോഴിതാ ഈ കേസിൽ CBIയെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് കോടതി. പ്രത്യേകിച്ച് CBI കേന്ദ്ര സർക്കാരിൻ്റെ ടൂളായി മാറുന്നുവെന്ന ഒരു പൊതുവിമർശനം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വലിയ വിമർശനമുണ്ടാകുന്നത്, CBIക്ക് വലിയ തിരിച്ചടിയും ഉണ്ടാകുന്നത്. അഭിലാഷ, അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഗൂഢാലോചന എന്നുകൂടി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഇന്ത്യൻ അസാധാരണമായ ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് രൂപീകൃതമായി 1 വർഷത്തിനുള്ളിൽ തന്നെ ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. പിന്നീട് തുടർച്ചയായി അവിടെ വമ്പൻ വിജയങ്ങൾ നേടിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി വിജയ തുടർച്ച ആവർത്തിച്ചത്. അതിനുശേഷമാണ് അഴിമതി രഹിത പ്രതിച്ഛായ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ജീവൻ എന്ന് പറയുന്നത്. അവരെ നിലനിർത്തിയത് അത്
തന്നെയായിരുന്നു. അഴിമതിയില്ലാത്ത രാഷ്ട്രീയക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയക്കാർ എന്നതായിരുന്നു. അത് ഒരു വലിയൊരു പരിധിയോളം ബോധ്യപ്പെടുത്താനടക്കം ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിലും അത് പിന്നീട് പഞ്ചാബിലും അടക്കം അധികാരത്തിലേക്ക് എത്താൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ യൂണിറ്റുകൾ രൂപീകരിക്കാനും അവിടെയൊക്കെ ചെറിയ തോതിലെങ്കിലും വളർച്ചയുണ്ടാക്കാനും ഗുജറാത്തിലടക്കം BJPക്ക് ഭീഷണിയാവുന്ന തരത്തിലേക്കടക്കം ഒരു വളർച്ചയിലേക്കൊക്കെ ആം ആദ്മി പാർട്ടിക്ക് പോകാനും ഒക്കെ കഴിഞ്ഞത്. അവിടെയാണ് മദ്യ നയ അഴിമതി കേസ് വരുന്നത്. എന്തിനെതിരെയാണോ അരവിന്ദ് കെജ്രിവാൾ പോരാടിയിരുന്നത്, എന്താണോ അരവിന്ദ് കെജ്രിവാൾ മുഖ്യ ശത്രുവായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്, അത് അഴിമതിയാണ്. ആ അഴിമതി കേസിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ്. മദ്യനയ അഴിമതിയിൽ മദ്യനയം രൂപീകരിക്കുന്നതിന് മദ്യ കമ്പനികളിൽ നിന്ന് കോടികൾ കോഴ വാങ്ങി എന്നുള്ള അഴിമതി, അതിൽ ഗൂഢാലോചന നടത്തൽ അരവിന്ദ് കെജ്രിവാളിനും ആ പാർട്ടിയിൽ രണ്ടാമനും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ അടക്കം 5 പേർക്ക് പങ്കുണ്ട് എന്ന് വരുന്നു. ദീർഘകാലം ജയിലിലടക്കപ്പെടുന്നു. അവസാനം കോടതിയിൽ നിന്ന് പ്രത്യേക ജാമ്യം നൽകിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം അരവിന്ദ് കെജ്രിവാളിന് ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുന്നത്. അങ്ങനെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിൽ രാഷ്ട്രീയമായി മുന്നണിയിൽ നിന്ന് പോരാടിയ ഏറ്റവും കരുത്തനായ നേതാവ് എന്ന് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പറയാം. മറ്റെല്ലാ നേതാക്കൾക്കും പാർട്ടികളുടെ വലിയ പാർട്ടികളുടെയും അതിൻ്റെ സംവിധാനങ്ങളുടെയും പിന്തുണയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അഴിമതി വിരുദ്ധത എന്ന ഒരൊറ്റ പ്രതിച്ഛായയുടെ പുറത്ത് ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്താനും മറ്റൊരു സംസ്ഥാനത്ത് പഞ്ചാബ് പോലെ ഒരു സംസ്ഥാനത്തടക്കം അധികാരത്തിലെത്താനും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ചെറിയ തോതിലെങ്കിലും യൂണിറ്റുകൾ രൂപീകരിക്കാനും അവരുടെ സാന്നിധ്യം അറിയിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു നേതാവ്, അതിരൂക്ഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ BJPയെയും വിമർശിച്ചിരുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെതിരെയാണ് CBI അഴിമതി കേസിൽ കൊടുക്കുന്നത്. അഴിമതി കേസിൽ കൊടുക്കുക മാത്രമായിരുന്നില്ല, അഴിമതി കേസിൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പേരിൽ നിന്ന് ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും ദയനീയമായി പരാജയപ്പെടുന്നു. ഡൽഹിയിൽ BJPയുടെ ഭരണം വരുന്നു. ഇപ്പോൾ ഒടുവിൽ കേസ് കോടതിയിലേക്ക് വരുമ്പോൾ കോടതി വളരെ വിശദമായി പരിശോധിച്ചിട്ടും എവിടെയെങ്കിലും കോടതിക്ക് തെളിവിൻ്റെ കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയ CBIക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പുറത്തിറങ്ങി വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യൻ പൊട്ടിക്കരയുമ്പോൾ നമ്മൾ ഒന്നുകൂടി തിരിച്ചറിയണം. ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലാത്ത ഒരു കേസിൻ്റെ പേരത്ത് ഇല്ലാത്ത ഒരു കേസുണ്ടാക്കി ആ കേസിൽ ജയിലിലടയ്ക്കുന്നു. അയാൾ അങ്ങനെ അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നു. ഒടുവിൽ അയാൾക്കും അയാളുടെ പാർട്ടിക്കും ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ കനത്ത പരാജയം നേരിടേണ്ടി വരുന്നു. അതിനൊക്കെ ഒടുവിൽ ഇന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നു. അത്യസാധാരണമായ ഒരു രാഷ്ട്രീയ സംഭവ വികാസം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക്, പ്രത്യേകിച്ച് NDAയുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ തോതിൽ ഊർജം പകരുന്ന ഒന്നായി കൂടി മാറും എന്നതിൽ തർക്കമില്ല. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പലപ്പോഴും നിലകൊള്ളുന്ന AAPയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ആ അരവിന്ദ് കെജ്രിവാളിന് നേരെ ഉയർന്ന വലിയ ആരോപണത്തിൽ ഇപ്പോഴിതാ കോടതി ആ അന്വേഷണ ഏജൻസിയെ, കേന്ദ്ര അന്വേഷണ ഏജൻസിയെ, CBIയെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. ഒരു തെളിവുകളും ഇല്ലാതെ എങ്ങനെയാണ് ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടത് എന്ന് കോടതി ചോദിക്കുമ്പോൾ ഈ കേസിൽ മനീഷ് സിസോദിയ അടക്കമുള്ളവർക്കെതിരെ തെളിവുകളില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അവിടെയാണ് BJP നയിക്കുന്ന NDA സർക്കാർ വളരെ കൃത്യമായി ഈ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തുകയും അവർ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അത്തരം സംവിധാനത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം ഉയരുന്നത്.